നമസ്കാരം. മലയാളി വാർത്ത ലൈഫിലേക്ക് സ്വാഗതം. 2025 ഓഗസ്റ്റ് 23 ഈ ദിവസം ഇന്ന് എന്തെല്ലാമാണ് സംഭവിക്കാൻ പോകുന്നത്? ഇന്നു മുതൽ ഭാഗ്യം വരുന്ന ആൾക്കാരെല്ലാമാണ്. ഇന്ന് വളരെയധികം ശ്രദ്ധിക്കേണ്ട ആൾക്കാരുണ്ട്. ചില നഷ്ടങ്ങളെല്ലാം ജീവിതത്തിൽ വരാനുള്ള സാധ്യതയുള്ള ആൾക്കാരുണ്ട്. അപ്പോൾ ഇതെല്ലാം തന്നെ നമുക്ക് നോക്കാം. മേടം മുതൽ അവസാനം മീനം രാശി വരെയുള്ള ആൾക്കാരുടെ രാശിഫലം എന്താണെന്ന് നമുക്ക് നോക്കാം. ഇത് എഴുതി തന്നത് ജയറാണി EV. മേടം രാശി അശ്വതി ഭരണി കാർത്തിക ആദ്യ കാൽഭാഗം. ഇന്ന് ചില പ്രധാന കാര്യങ്ങൾക്കായി കുടുംബാംഗങ്ങളിൽ നിന്ന് അകന്നു നിൽക്കേണ്ട സാഹചര്യം വന്നേക്കാം. അത് പുതിയ അനുഭവങ്ങൾ നേടാൻ സഹായിക്കും. എന്നാൽ ആരോഗ്യകാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ നൽകുന്നത് നല്ലതാണ്. വാതരോഗം, ഉദരരോഗം എന്നിവ ശ്രദ്ധിക്കണം. ആരോഗ്യപരമായ കാര്യങ്ങളിൽ അവഗണന ഒഴിവാക്കി ശ്രദ്ധയോടെ മുന്നോട്ട് പോവുക. ഇടവം രാശി കാർത്തിക അവസാന മുക്കാൽ ഭാഗം, രോഹിണി മകയിരം ആദ്യ പകുതി ഭാഗം. ജോലി ചെയ്യുന്ന മേഖലകളിൽ ചില ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. തൊഴിൽ രാജിവെക്കുന്നതിനെക്കുറിച്ച് ചിന്തിക്കുന്നവരുണ്ടാകാം. അനാവശ്യ ചിന്തകളും ദുസ്വപ്നങ്ങളും കാരണം ഉറക്കക്കുറവ് അനുഭവപ്പെട്ടേക്കാം. മനസ്സിന് സ്വസ്ഥത നൽകുന്ന കാര്യങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് ഇത്തരം ബുദ്ധിമുട്ടുകൾ കുറയ്ക്കാൻ സഹായിക്കും. മിഥുനം രാശി മകയിരം അവസാന പകുതി ഭാഗം, തിരുവാതിര പുണർദം ആദ്യ മുക്കാൽ ഭാഗം. ഇന്ന് മനസ്സിന് സന്തോഷം നൽകുന്ന പല കാര്യങ്ങളും സംഭവിക്കും. പുതിയ സുഹൃത്ത് ബന്ധങ്ങൾ ഉണ്ടാകാനും ധനലാഭം ഉണ്ടാകാനും സാധ്യത കാണുന്നു. ശത്രുക്കളുടെ ശല്യം കുറയുകയും കാർഷിക മേഖലകളിൽ നിന്നുള്ള ലാഭം വർദ്ധിക്കുകയും ചെയ്യും. ഈ നേട്ടങ്ങൾ മികച്ച രീതിയിൽ പ്രയോജനപ്പെടുത്താൻ ശ്രമിക്കുക. കർക്കിടകം രാശി പുണർദം അവസാന കാൽഭാഗം, പൂയം ആയില്യം. ആരോഗ്യപരമായ കാര്യങ്ങളിൽ ചില ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെട്ടേക്കാം. നിലവിൽ മരുന്നുകൾ കഴിക്കുന്നവർ സമയത്തിനത് മുടങ്ങാതെ കഴിക്കാൻ ശ്രദ്ധിക്കണം. ആവശ്യമാണെങ്കിൽ വൈദ്യസഹായം തേടുന്നതിലൂടെ ബുദ്ധിമുട്ടുകളുടെ കാഠിന്യം കുറയ്ക്കാൻ സാധിക്കും. ആരോഗ്യത്തിന് മുൻഗണന നൽകുന്നത് എപ്പോഴും നല്ലതാണ്. ചിങ്ങം രാശി മകം പൂരം ഉത്രം ആദ്യ കാൽഭാഗം. ഇന്ന് തൊഴിൽ മേഖലയിൽ മികച്ച വിജയം കൈവരിക്കാൻ സാധിക്കും. ഭാഗ്യക്കുറി, നറുക്കെടുപ്പ് തുടങ്ങിയ കാര്യങ്ങളിൽ വിജയം നേടാൻ സാധ്യത കാണുന്നു. പുതിയ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടാനുള്ള അവസരങ്ങളും ലഭിച്ചേക്കാം. സമൂഹത്തിൽ അംഗീകാരം ലഭിക്കാനുള്ള സാധ്യതകൾ പ്രയോജനപ്പെടുത്താൻ ശ്രദ്ധിക്കുക. കന്നിരാശി ഉത്രം അവസാന മുക്കാൽ ഭാഗം, അത്തം ചിത്തിര ആദ്യ പകുതി ഭാഗം. ചില കാര്യങ്ങളിൽ ചതി പറ്റാനുള്ള സാധ്യത കാണുന്നു. കുടുംബത്തിൽ ആർക്കെങ്കിലും രോഗദുരിതങ്ങൾ ഉണ്ടാകാൻ ഇടയുണ്ട്. ദാമ്പത്യ ജീവിതത്തിൽ പരസ്പര ധാരണ കുറയാൻ സാധ്യതയുണ്ട്. എല്ലാ കാര്യങ്ങളിലും കൂടുതൽ ജാഗ്രത പുലർത്തുന്നത് ഗുണകരമായിരിക്കും. തുലാം രാശി ചിത്ര അവസാന പകുതി ഭാഗം, ചോതി വിശാഖം ആദ്യ മുക്കാൽ ഭാഗം. തൊഴിൽ മേഖലകളിൽ വിജയം നേടാൻ സാധിക്കും. സമൂഹത്തിൽ ഉന്നത വ്യക്തികളിൽ നിന്ന് ആദരം ലഭിക്കാൻ സാധ്യതയുണ്ട്. ജീവിതത്തിൽ സന്തോഷവും സാമ്പത്തിക വർധനവും ഉണ്ടാകും. അധികാര സ്ഥാനങ്ങളിലേക്ക് എത്താനുള്ള അവസരങ്ങളും ലഭിക്കും. ഈ അവസരങ്ങൾ ശരിയായ രീതിയിൽ ഉപയോഗിക്കാൻ ശ്രമിക്കുക. വൃശ്ചികം രാശി വിശാഖം അവസാന കാൽഭാഗം, അനിഴം തൃക്കേട്ട. പുതിയ ജോലി അന്വേഷിക്കുന്നവർക്ക് അനുകൂലമായ സമയം. മികച്ച ശമ്പളത്തിലും ആനുകൂല്യങ്ങളിലും പുതിയ ജോലി ലഭിക്കാൻ സാധ്യതയുണ്ട്. അകന്നു കഴിഞ്ഞിരുന്ന ബന്ധുക്കളുമായി അഭിപ്രായ വ്യത്യാസങ്ങൾ മാറി ഐക്യത്തിലെത്താനും ഈ സമയം സഹായിക്കും. ബന്ധങ്ങൾ മെച്ചപ്പെടുത്തുന്നതിനുള്ള ഈ സാഹചര്യം നന്നായി ഉപയോഗിക്കുക. ധനുരാശി മൂലം പൂരാടം ഉത്രാടം ആദ്യ കാൽഭാഗം. അടുത്ത സുഹൃത്തുക്കളോ ബന്ധുക്കളോ വഴി ചില ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. പ്രധാനപ്പെട്ട രേഖകളോ കരാറുകളോ ഒപ്പിടുമ്പോൾ കൂടുതൽ ജാഗ്രത പുലർത്തുന്നത് നല്ലതാണ്. എല്ലാ കാര്യങ്ങളും ഒന്നിലധികം തവണ പരിശോധിച്ച് ഉറപ്പുവരുത്തിയ ശേഷം മാത്രം തീരുമാനങ്ങൾ എടുക്കുക. മകരം രാശി ഉത്രാടം അവസാന മുക്കാൽ ഭാഗം, തിരുവോണം അവിട്ടം ആദ്യ പകുതി ഭാഗം. പണമിടപാടുകൾ ശ്രദ്ധയോടെ കൈകാര്യം ചെയ്തില്ലെങ്കിൽ തർക്കങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ചിലരുടെ വിവാഹം മുടങ്ങാനും ദാമ്പത്യ ബന്ധങ്ങളിൽ അകൽച്ച വരാനും സാധ്യതയുണ്ട്. ചെറിയ കാര്യങ്ങളിൽ പോലും ശ്രദ്ധ നൽകുന്നത് നല്ലതാണ്. കുംഭം രാശി അവിട്ടം അവസാന പകുതി ഭാഗം, ചതയം പൂരോരുട്ടാതി ആദ്യം മുക്കാൽ ഭാഗം. ജീവിതത്തിൽ സൗകര്യങ്ങൾ വർദ്ധിക്കുകയും പുതിയ ആഭരണങ്ങൾ സ്വന്തമാക്കാൻ സാധിക്കുകയും ചെയ്യും. ചിലർക്ക് നല്ല വിവാഹബന്ധം വന്നു ചേരാനുള്ള സാധ്യതയുണ്ട്. കുടുംബത്തിൽ സന്തോഷം നിലനിൽക്കുകയും ബന്ധുജനങ്ങളിൽ നിന്ന് സഹായം ലഭിക്കുകയും ചെയ്യും. ഈ സന്തോഷം നിലനിർത്താൻ ശ്രമിക്കുക. മീനം രാശി പൂരോരുട്ടാതി അവസാന കാൽഭാഗം, ഉത്രട്ടാതി രേവതി. തൊഴിൽ സംബന്ധമായ തടസ്സങ്ങൾ നീങ്ങും. ശക്തമായ തിരിച്ചുവരവിന് സാധ്യത കാണുന്നു. നേരത്തെ ലഭിക്കാതെ പോയ പണം തിരികെ ലഭിക്കാൻ സാധ്യതയുണ്ട്. കുടുംബത്തിൽ നടക്കുന്ന മംഗളകരമായ കാര്യങ്ങളിൽ പ്രധാന പങ്ക് വഹിക്കാൻ അവസരം ലഭിക്കും. ഈ നേട്ടങ്ങൾ കൂടുതൽ സന്തോഷം നൽകും. ജ്യോതിഷ സംബന്ധമായ നിങ്ങളുടെ സംശയങ്ങൾക്കും ചോദ്യങ്ങൾക്കും ബന്ധപ്പെടുക. ജയറാണി EV.